ജീവിതത്തിൽ ഞാൻ കണ്ട ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിൽ എൻ്റെ ഒരു ഉസ്താദ് എന്നുള്ള നിലക്ക് ആ മഹത്വങ്ങളൊക്കെ മനസ്സിലുള്ള ഉസ്താദിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ വീട്ടിൽ കയറി താമസിക്കാൻ ഉസ്താദ് ഒന്ന് വരും. വരാം. അപ്പോൾ ഉസ്താദ് വന്നു. ഒരുപാട് തിരക്കുണ്ടെങ്കിലും എൻ്റെ കൂടെ ഇവിടെ ചെലവഴിച്ചു. യാതൊരു ദുന്യവിയായ നേട്ടവും ഇല്ല. ആകെ ഉള്ളത് നമുക്കൊരു മനസ്സമാണ്. അപ്പം നമ്മൾ പരമാവധി എനിക്കാകും പോലെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭയങ്കര ബഹുമാനിച്ചു, സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു. പോകുമ്പോൾ ഒരു വിഷമം, പഠിച്ചോനെ ഉസ്താദ് എന്തോ ഇടങ്ങാറായോ, ഒരു വേണ്ട പോലെ സൗകര്യമൊന്നും ഇല്ലേ. ഇത് സ്നേഹമുള്ള ഒരാളുടെ ഒരു സമീപന രീതിയാണ്. അഥവാ പഠിച്ചോനെ എന്തോ ഒരു ഇടങ്ങാറായി പോയോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായി പോയോ, ഒരു സങ്കടം. സങ്കടം എന്നതിന് പറയൂല. അതിനാണ് ബൈനൽ ഖൗഫി വർ റജായി. ഒരു ഭാഗത്ത് പ്രതീക്ഷയുണ്ട്, മറുഭാഗത്ത് ഒരു പേടിയുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള അവസ്ഥ അതിന് പേടി എന്നല്ല പറയാം. അത് ആ ഒരു സംഗതി അതൊരു സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അത് അനുകരണീയമാണ്, അത് അഭികാമ്യമാണ്, അത് നല്ലതാണ്. അത് ഉണ്ടാകണം, അത് വളരെ നല്ലതാണ്. അതേ സമയത്ത് മറ്റ് ഈ സംഭവം ഉണ്ടാകരുത്. അപ്പം നമ്മൾ മക്കളോടുള്ള ഈ സമീപന രീതി കൊണ്ടുവരുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു സംഭവം. അതായത് മക്കളെ നമ്മളിപ്പോൾ രാവിലെ മദ്രസയിൽ എത്തിക്കുന്ന വിഷയത്തിൽ, അതുപോലെ മറ്റൊന്ന് ഞാൻ പറഞ്ഞത് തഖ്വ പറയുമ്പോഴാണ്. തഖ്വയാകുമ്പോൾ തഖ്വ എന്താണ്? തഖ്വ എന്ന് പറയുന്നത് മനസ്സമാധാനമുള്ള ജീവിതമാണ്, എപ്പോഴും ഒരു പ്രതീക്ഷയുള്ള ജീവിതമാണ്. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അതിൻ്റെ പേരിൽ മുഷിഞ്ഞ് ജീവിക്കണമെന്ന് ഇസ്ലാമിലുണ്ടോ? തെറ്റ് സംഭവിച്ചു പോയി, എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇനി ഞാൻ സദാ കുറ്റക്കാരിയാണ്, അങ്ങനെയാണോ? അല്ല. തൗബ ചെയ്യണം. തൗബ ചെയ്യുക എന്നുള്ളത് തിന്മയാണോ? നന്മയാണ്. അപ്പോൾ തൗബ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തന്നാൽ ആ പടച്ചോനിൽ ഭയങ്കര പ്രതീക്ഷ ഉണ്ടാകണം. അൽഹംദുലില്ലാ, എനിക്ക് റബ്ബ് തൗഫീഖ് തന്നല്ലോ. ആ അൽഹംദുലില്ലയോടുകൂടെ ജീവിക്കണം. എപ്പോഴും ഹംദ് വേണം. അങ്ങനെ ജീവിക്കണം. അതാണ് തഖ്വ. ഇത് നമ്മളെ മക്കളും കാണണം. ഇത് തൊട്ടതിനും തൊടുന്നതിനൊക്കെ വിഷമിക്കാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് എല്ലാറ്റിനും വിഷമിക്കാനാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ എല്ലാറ്റിനും വിഷമിക്കും. ഉദാഹരണത്തിന് നല്ലൊരു വീട്, അടിപൊളി വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി, നിലവും പെയിൻറ്റും കരണ്ടും വെള്ളവും വഴിയും ഗാർഡനും മുറ്റവും മുറ്റത്ത് കട്ടവിരിക്കലും എല്ലാം കഴിഞ്ഞു. അങ്ങനെ വീട്ടിൽ കൂടുക. ഇങ്ങനെ വീട്ടിൽ കൂടുമ്പോൾ ഒരാൾ വിഷമിക്കാൻ വിചാരിച്ചാൽ അപ്പോഴും വിഷമിക്കുക. എന്താ പടച്ചോറേ, ഇത്രയും നല്ല വീട്ടിൽ നിന്ന് എന്നെ ഒരു ദിവസം 3 കെട്ടും കെട്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകില്ലേ? അയാൾക്ക് അപ്പോഴും സങ്കടപ്പെടാം. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സങ്കടപ്പെടാം. അതേ സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ വേണ്ടത്? അൽഹംദുലില്ലാ, ഒരു ദിവസം സ്വന്തം ഒരു വീട്ടിൽ കിടക്കാൻ റബ്ബ് തൗഫീഖ് തന്നല്ലോ, അൽഹംദുലില്ലാ. അതാണ് മുഅ്മിനായ മനുഷ്യൻ. ഇതാണ് തഖ്വ, ഇതാണ് ഈമാൻ. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. അതൊരു പേടിയോടെ ചൊല്ലേണ്ട സാധനമല്ല, സന്തോഷത്തോടെ ചൊല്ലേണ്ട സാധനമാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. എനിക്കൊരു നല്ല ഒരു പുതിയ ഫ്രഷ് മൊമെന്റും കൂടി കിട്ടിയല്ലോ, ഒരു പുതിയ ഒരു ബിഗിനിങ്ങും കൂടി കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. ഇങ്ങനെയാണ് ലൈഫ് തുടങ്ങേണ്ടത്. അങ്ങനെ ലൈഫിൽ എപ്പോഴും നമ്മളെ മക്കൾ കാണേണ്ടത് നന്മകളാണ്, സന്തോഷമാണ്, സമാധാനമാണ് നമ്മളെടുത്ത് കാണേണ്ടത്. എന്നാൽ തന്നെ മക്കൾ നന്നാകും. മറ്റൊരു വിഷയം, നമ്മളെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും എന്താണ് മക്കൾ നമ്മളിൽ നിന്ന് കാണേണ്ടത്? വീട്ടിൽ ഭർത്താവ് നേരെയായാൽ ഭർത്താവിൻ്റെ ഉപ്പ ശരിയില്ല. അല്ലെങ്കിൽ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഭാര്യ വീട്ടിലല്ലേ താമസം അധികം ഉണ്ടാകല്ലേ? ഈ ഏരിയ മിക്സഡാ, കൂടുതലും ഭാര്യ വീട്ടിൽ. അപ്പോൾ ഇവിടെയൊക്കെ ആവുമ്പോൾ ചില സ്ഥലത്തൊക്കെ കാണാം ഇങ്ങനത്തെ ഏരിയയിൽ പ്രയാസം എന്താണെന്നറിയോ? ഒരു വീട്ടിൽ 2 അടുപ്പ്, ഒന്ന് ഉമ്മാക്ക് ഒന്ന് മോക്ക്, ഉമ്മയും മോളും തമ്മിൽ തെറ്റുന്നത് കാണാം ചില ഭാഗത്തൊക്കെ. ഇവിടെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഇങ്ങനത്തെ ഏരിയ ചില സ്ഥലത്തൊക്കെ കാണാം. എങ്ങനെയാണത് സംഭവിക്കുന്നത്? ജീവിതത്തിൽ മുഷിപ്പുകൾ ഷെയർ ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. പരസ്പരം എപ്പോൾ ഏത് ദുനിയാവ് പോയാലും നിങ്ങൾക്ക് വിഷമിക്കാൻ കാരണങ്ങൾ കണ്ടെത്താം. അതേ സമയത്ത് സന്തോഷിക്കാനും അപ്പം തന്നെ ധാരാളം കാരണങ്ങളുണ്ടാവും. ഈ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി സന്തോഷത്തോടെയും നന്ദിയോടെയും ശുക്രോടെയും ജീവിക്കണം. ലൈൻ ശക്കർത്തും ല അസീദന്നക്കും. നിങ്ങൾ ശുക്ർ കാണിച്ചോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരും, ധാരാളം തരും. ഒരു വല്ലാത്തൊരു പ്രയോഗമാണ് ഖുർആനിൻ്റെ ആ പ്രയോഗം.
ഇന്നലെ ഞാനൊരു കാറിൻ്റെ ബാക്കിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. കാറിൻ്റെ ബാക്കിലൊന്നും എഴുതി വെക്കരുത് കേട്ടോ, അതൊരു മോശമാണ്. കാരണം ഉള്ള പൊടിയും ഉള്ള മണ്ണും ഉള്ള ചളിയും തീർത്താകുന്നതാണ് കാറിൻ്റെ പുറത്തൊക്കെ. അവിടെയൊന്നും എഴുതി വെക്കരുത്. അതേ സമയത്ത് അത് നല്ല ബഹുമാനമുള്ള സ്ഥലത്തൊക്കെ എഴുതി വെക്കുകയും വായിക്കുകയും ചെയ്താലുള്ള നല്ല സൂചകമാണ്. എന്ത്? ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. നിങ്ങൾ നന്ദി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ധാരാളം കിട്ടും. അത് സൈക്കോളജി ഏറ്റെടുത്തു. നമ്മൾ ഈ സൈക്കോളജിയുടെ പിന്നാലെ പോകുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പിന്നാലെ പോകണം. അതേസമയത്ത് കണ്ട എല്ലാറ്റിനെയും എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾ നന്മ പറയുമ്പോൾ അതിങ്ങനെ എതിർക്കൊന്നും വേണ്ട. അതേസമയം അതിൽ നന്മകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഏത് വിജ്ഞാനവും ആ വിജ്ഞാനത്തിലെ നന്മകൾ എപ്പോഴും ഉപയോഗപ്പെടുത്താം. സൈക്കോളജിയിൽ ഒരുപാട് നല്ല വശങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. നല്ല വശങ്ങളെല്ലാം നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതേസമയത്ത് ഇസ്ലാം അത് പഠിപ്പിച്ചതാണ്. ഇസ്ലാം ഫോളോ ചെയ്ത് നമുക്കത് ചെയ്യാം. മറ്റത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ജീവിതത്തിൽ എപ്പോഴും സന്തോഷിച്ച് സമാധാനിച്ച് ജീവിക്കുന്നത് മക്കൾ കാണണം. അങ്ങനെ കാണുമ്പോൾ മക്കളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകും. അതുപോലെ ശരികൾ ചെയ്യണം, തെറ്റുകൾ ഉപേക്ഷിക്കണം. ഹറാമാണെന്ന് നമുക്കറിയാം, പക്ഷേ അപ്പോൾ എത്തുമ്പോൾ ഒരു മൂളല, അത് പറ്റില്ല. കല്യാണം നടക്കുമ്പോൾ കല്യാണത്തിൻ്റെ വിഷയമായാൽ, കല്യാണ രംഗമായാൽ പിന്നെ ഹറാമൊന്നുമില്ല, പിന്നെ തോന്നിയ പോലെ. നിസ്കരിക്കുമ്പോൾ മുസ്ലിമും കല്യാണം കഴിക്കുമ്പോൾ പുറത്തു, ഇങ്ങനെ ആകരുത്. ഇപ്പൊ കല്യാണം നടക്കുകയാണ്, മണ്ഡപത്തിൽ വെച്ചാൽ കല്യാണം നടക്കുന്നത്, പെണ്ണു ആണുമല്ലോ ഒന്നിച്ച്, അന്നേരം ഹറാമൊന്നുമില്ല. അങ്ങനെ ആകരുത്. അതുപോലെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ സ്റ്റേജുമ്മ കൊണ്ടുവന്നിട്ട് പരസ്യമായിട്ട് കറക്കുക. ഇപ്പൊ തലയെക്കെട്ടും കിട്ടിയിട്ട് ചെയ്യാനുണ്ടെന്ന് ആരോ പറഞ്ഞു. അതും രോഗമാണ്, രോഗം ഉപേക്ഷിക്കേണ്ടതാണ്. അത് ആര് ചെയ്താലും വഷളത്തരം തന്നെയാണ്. ചെയ്യേണ്ടത് ഹറാം എപ്പോഴും ഹറാമാണ്. ഹറാം ഉപേക്ഷിക്കണം, നമ്മൾ നിഷിദ്ധമായതിനെ ഉപേക്ഷിക്കണം. ഇത് പറയുമ്പോൾ ചിലർക്കൊരു തോന്നലുണ്ടാവും. ഇപ്പൊ ഈ അക്കാദമിക വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസമൊക്കെ ചെയ്യുമ്പോൾ ക്യാമ്പസിൽ നിന്ന് പുതിയ പുതിയ കുറേ തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പുരുഷനും സ്ത്രീയും സംഗമിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ചിലരെ ധാരണ എന്താ അറിയോ, അതെന്തോ ഒരു 2ാം നമ്പർ ആക്കലാണെന്നാണ്. ഇസ്ലാമിന് അങ്ങനെ ഇല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെ എന്താ? ഭർത്താവ് ഭാര്യ എന്നതിനെ കുറിച്ച് മലയാളത്തിൽ ഭർത്താവ് ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ഭർത്താവിന്റെ അർത്ഥം ഭരിക്കുന്നവെന്നാണ്. ഭാര്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. അതേസമയം ഇസ്ലാമിൽ സൗജ് എന്ന രണ്ടാൾക്കും പറയാം. ഭർത്താവിനും സൗജ് എന്നാ പറയാ, ഭാര്യക്കും സൗജ് എന്നാ പറയാ. അതേസമയം ആണും പെണ്ണും തിരിച്ചറിയേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ മാത്രമാണ് സൗജത്ത് എന്ന് പെണ്ണിന് പറയുന്നത്. അല്ലെങ്കിൽ സൗജ് എന്നുള്ളത് ആണിനും പറയാം, പെണ്ണിനും പറയാം. ഇത്രയേറെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. ഒരു സ്ത്രീയുടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ നേച്ചറോട് ചേർന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ ഇസ്ലാം മഹത്വമുള്ളതായിട്ടാണ് കാണുന്നത്. അതിനെ നിസാരവൽക്കരിക്കരുത്, ചെറുതായി കാണരുത്, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അവർക്ക് സന്തോഷം കൊടുക്കുന്നത് മഹത്വമുള്ള കാര്യമാണ്. ഈ കാഴ്ചപ്പാട് ഇന്ന് ഇസ്ലാമിൽ. അതേസമയത്ത് അവർക്ക് നാച്ചുറലായിട്ട് കൂടുതൽ ഇണങ്ങുന്ന ഏരിയകൾ അവർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിനി എന്നോട് ചോദിച്ചു, ഞങ്ങൾ പെൺകുട്ടികൾക്ക് എന്താ ഈ മുഖമൊക്കെ മറക്കണം, ആൺകുട്ടികൾക്ക് അങ്ങനെ ഇല്ലല്ലോ. എനിക്ക് ചോദ്യം ഇഷ്ടാട്ടോ, എപ്പോഴും ചോദിക്കണം, വിമർശനാത്മകമായി അഥവാ കാര്യക്ഷമമായി പ്രവർത്തനക്ഷമമായി ചിന്തിക്കണം എപ്പോഴും. അപ്പോൾ ഈ കുട്ടി ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, സ്ത്രീക്കും പുരുഷനും തമ്മിലൊരു വ്യത്യാസമുണ്ട്, നിനക്ക് ഞാൻ ബോധ്യപ്പെടാൻ ഒരു കാരണം തട്ടെ. അന്ന് ഞാനൊരു ജേണലാണ് ആദ്യം കൊടുത്തത്. ഇപ്പം ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ഇസ്ലാം സ്വീകരിച്ചൊരു സംഭവം അന്ന് വായിച്ചതായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ ഞാനത് അവർക്ക് കൊടുത്തു. അതിലെന്താ ഉള്ളതെന്നറിയോ? ഞാൻ ചുരുക്കി പറയാം. പിന്നെ അവരുടെ ഒരു മകളെങ്ങാനും ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടുള്ള വിഷമം തീർക്കാൻ വേണ്ടി 500 അത്തരം അമേരിക്കൻ കുടുംബങ്ങളെ, അഥവാ മക്കൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇസ്ലാമിനോട് വെറുപ്പുള്ള അത്തരം 500 കുടുംബങ്ങളെ ഇന്റർവ്യൂ ചെയ്യുക. അവരെ വിഷമവും വേദനയും സമൂഹത്തിൽ എത്തിച്ചിട്ട് ഇനി ഒരാൾക്കും ഇസ്ലാം പോകാൻ തോന്നരുത് എന്ന് കരുതിയിട്ട് അവരൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. ഇത് 100 കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. എന്തായിരുന്നു കാരണം? ഈ 100 ഫാമിലിയിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച പെൺകുട്ടികൾ പറയുന്നത്, ഞങ്ങൾ ഈ വേഷത്തിൽ ഒരു കംഫർട്ട്നെസ് കാണുന്നു. അഥവാ ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഇപ്പം നമ്മളെ നാട്ടിലും വരാൻ തുടങ്ങി. മുതിർന്ന പെണ്ണുങ്ങന്മാർ മുട്ടോളുള്ള സാധനം ഇടും, പിന്നെ ഒന്നുമില്ല. അതുപോലെ പരമാവധി എവിടെയെല്ലാം കാണിക്കാൻ പറ്റുമോ അവിടെയെല്ലാം കാണിക്കുക. സാധാരണ മറക്കാനാണ് വസ്ത്രം, ഇത് കാണിക്കാനാണ് വസ്ത്രം. അങ്ങനത്തെ ഫാഷൻ നമ്മളെ നാട്ടിലും വരാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഈ വെസ്റ്റേൺ കൾച്ചറിൽ ഇവർക്ക് തോന്നി അത് ശരിയാണല്ലോ, ഞാനും ഇപ്പം ഇത് സ്വീകരിക്കുന്നത് എന്തിനാ?
ഞാനിത് സ്വീകരിക്കുന്നത് വെസ്റ്റേൺ കൾച്ചറിൽ ഞങ്ങൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂന്നാണ്. അതുകൊണ്ട് നിർബന്ധിതരായിട്ടാണ് സത്യത്തിൽ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, അവരും ആലോചിച്ചു. ഞാൻ ഈ പെൺകുട്ടിയോടും ചോദിച്ചു, മോളെ നീ ഇപ്പം മുഖം വെളിപ്പാകുന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഞാൻ നിന്റെ മുഖത്തേക്ക് കാമത്തോടെ സൂക്ഷിച്ചു നോക്കിയാൽ എന്തായിരിക്കും നിന്റെ മനോഭാവം? ആ കുട്ടി പറഞ്ഞോട്, എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും. എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് പ്രദർശിപ്പിക്കുന്നതിനോട് നിന്റെ പ്രകൃതം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ലേ? ഒരു പുരുഷന്റെ മുഖത്തേക്ക് ഒരു സ്ത്രീ കാമത്തോടെ നോക്കിയാൽ ഒന്നും സംഭവിക്കൂല. അതേസമയത്ത് തിരിച്ച് സംഭവിക്കും. ഇത് ഞാൻ പറയുന്നതല്ല. അലൻ എൻ ബർബാറ പീസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ, ഒരു പുരുഷനും സ്ത്രീയുമാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ വർഷങ്ങളോളം ഭൂഖണ്ഡങ്ങളിലോളം യാത്ര ചെയ്ത് നടത്തിയൊരു പഠനം, അതൊരു പുസ്തകമുണ്ട്. പുരുഷൻ മനഃശാസ്ത്രവും സ്ത്രീ മനഃശാസ്ത്രവും അതിൻ്റെ പരിമിതികൾ വിശദീകരിക്കുന്ന ഒരു പുസ്തകം. അപ്പോൾ ആ പുസ്തകം, അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഏതായാലും ആ വിഷയം പ്രതിപാദ്യമാകുന്ന ആ പുസ്തകത്തിൽ അവർ ഈ വിഷയം സമർത്ഥിക്കുന്നത് കാണാം. അപ്പോൾ പുരുഷന് സ്ത്രീക്ക് ഈ ഒരു വ്യത്യാസമുണ്ട്. എന്താ? സ്ത്രീയുടെ നേച്ചർ മറക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ അമേരിക്കൻ ജേർണലിസ്റ്റ് അവർ ഈ വസ്ത്രം ധരിച്ചു, അവർ ഇസ്ലാം സ്വീകരിച്ചു. കാരണം എന്താ? മുഖം മറക്കുമ്പോൾ ഒരു കംഫർട്ട്നെസ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പരിസരത്ത് എവിടെയെങ്കിലും മുഖം മറച്ച് ശീലമുള്ള, നിക്കാബ് ധരിച്ച് ശീലമുള്ള ഒരു പെണ്ണുങ്ങളുണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളോട് നല്ല സൗഹൃദത്തിൽ നീ അന്വേഷിച്ച് നോക്ക്. നിങ്ങൾക്ക് ഈ മുഖം മറച്ച് നടക്കാൻ ഭയങ്കര ഇടങ്ങാറാണ്. ഇപ്പം ഈ കാണിച്ച് നടക്കുന്ന പോലെ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഈ മറക്കുന്ന മുഖം എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി അല്ലേ, അത് മറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമല്ലേ എന്നാ. അത് മറച്ചോലോട് ചോദിക്കണം അതിൻ്റെ സുഖം. അപ്പം ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഒന്ന് ചെയ്തു നോക്ക്. അപ്പോൾ ഈ പെൺകുട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ്, 2-3 ദിവസം കഴിഞ്ഞു എന്ന് തോന്നുന്നു, ആ സയൻസ് ബാച്ചിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അവർ പിന്നെ നിക്കാബ് വാങ്ങി ധരിച്ചിട്ട് ക്ലാസ്സിൽ വന്നു. പലരും പെൺകുട്ടിയെ കളിയാക്കി നോക്കി. പെൺകുട്ടി ഒരു ചുരുക്കവും ഇല്ല. സ്റ്റാഫ് റൂമിൽ വെച്ച് പ്രാക്ടിക്കലിൻ്റെ നോട്ട്, ഇത് ഒബ്സർവേഷൻ നോട്ട് സൈൻ ചെയ്യാൻ വേണ്ടി ടീച്ചറെ അടുത്ത് ചെന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, ഇതെന്ത് താലിബാനോ? ഈ കുട്ടിയുടെ സ്പോട്ടിൽ ആൻസർ എന്താ പറയുന്നത്? ഇറ്റ്സ് മൈ റൈറ്റ്, ഇതെൻ്റെ അവകാശമാണ് എന്നായിരുന്നു കുട്ടിയുടെ മറുപടി. അപ്പം ഞാൻ പറയുന്നത്, സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ച ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രകൃതത്തെ അംഗീകരിക്കലാണ് ഈ ഒരു സംഗതി. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ തഖ്വ എന്ന് പറയുന്നത് എന്തല്ല, നിർബന്ധിതമായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ ബോധ്യങ്ങളും വിശ്വാസങ്ങളും കർമ്മങ്ങളും കൊണ്ടു നടക്കലാണ്. അത് നമ്മളെ ജീവിതത്തിൽ നമ്മളെ മക്കൾ കാണണം. അങ്ങനെ കണ്ടാലോ മക്കൾ അതിനെ ഫോളോ ചെയ്യും. പിന്നെ അതും ഇതും പിന്നെ സംബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തത് സംഭവിച്ചതിന് ശേഷം ഇവരെ കുറ്റം പറയുന്നത് അത് വൃതാവിലാണ്. ചെയ്യേണ്ടത് അവസരങ്ങൾ, തെറ്റുകൾക്ക് അവസരം ഒരുക്കരുത്. ഇസ്ലാം ഒരിക്കലും ഈ അവിശ്വാസമോ അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണയൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ജൈവികതയെ അംഗീകരിക്കുക. അതൊരു ബയോളജിയാണ്, മനുഷ്യന്റെ ജൈവികതയാണത്. ആ ജൈവികതയെ അംഗീകരിക്കണം എന്ന് മാത്രമാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മളെ പാരന്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തഖ്വ അവർ കാണണം. മക്കൾ മദ്രസയിൽ വെച്ച് പഠിക്കുന്നു, വീട്ടിൽ വെച്ചിട്ട് അത് പഠിക്കാൻ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുകയും അവസരം കൊടുക്കുകയും ചെയ്യണം. അഥവാ വീട്ടിൽ വെച്ച് പഠിക്കുന്നില്ലെങ്കിൽ വെറുതെ ചീത്ത വിളിക്കുകയും തല്ലുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് പ്രശ്നം. അങ്ങനെ ഉസ്താദുമാരോട് അഭിപ്രായമൊക്കെ ചോദിക്കുക. തല്ലിയും കൊല്ലിയും നേരെയൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വൃതാവിലാണ് നിങ്ങളുടെ അധ്വാനം. ലാഭം എത്രയാണോ അതിൻ്റെ 10 മടങ്ങ് നഷ്ടവും ഉണ്ടാകും. അതുകൊണ്ട് ചെയ്യേണ്ടത് മാന്യതയും ബഹുമാനവും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മക്കളോട് പരിഹാര പ്രക്രിയകളിലേക്ക് പോകേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി, വളരെ പ്രധാനപ്പെട്ടത് കൂടി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കും. അതായത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ കുഞ്ഞുനാൾ മുതലേ ശ്രദ്ധിച്ചു വരണം. ചെറിയ നാൾ മുതലേ. ഇപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ മക്കളോട് ദേഷ്യം പിടിക്കുന്ന ഉമ്മമാരെ കാണാം. അതായത് കുഞ്ഞ് പിന്നെ നമ്മളെ കിടക്കയിൽ സൂപ്പർ വിരിച്ച്
അതിൽ കുഞ്ഞിൻ്റെതായ ഒരു വിരിപ്പൊക്കെ വിരിച്ച് അതിലാണ് കുഞ്ഞിനെ കിടത്തിയത്. കുഞ്ഞ് ഉറക്കം തെളിഞ്ഞപ്പോൾ പിടച്ചു. ഉറക്കം തെളിഞ്ഞ പിടക്കണം, അത് കുഞ്ഞിൻ്റെ ജൈവികതയാണത്. അങ്ങനെ പിടച്ചു കഴിഞ്ഞാൽ ആ പിടക്കലിൽ കുട്ടി ചിലപ്പോൾ ഇതിൻ്റെ പുറത്തായി മൂത്രമൊഴിച്ച് നോക്കുമ്പോൾ എല്ലായിടും എത്തിയപ്പോൾ ഉമ്മാക്ക് ദേഷ്യം വരുന്നു. പടച്ചോൻ ഇതിയപ്പോൾ ഞാനല്ലേ വൃത്തിയാക്കേണ്ടത്. ആ മനോഭാവം നിങ്ങൾക്കുണ്ടാകരുത്. അങ്ങനെ ആവുമ്പോൾ നിങ്ങളിൽ എന്തില്ല? മാനുഷിക മൂല്യം അല്ല, ജൈവികതയില്ല. ജൈവികതയുടെ ഭാഗമാണ് ഇത്. വൃത്തിയാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ, കുറഞ്ഞ സമയത്തെ പണിയേ ഉള്ളൂ. അത് വൃത്തിയാക്കൽ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അതിന് സന്നദ്ധമാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇടങ്ങാറുണ്ടാവില്ല. അല്ലെങ്കിൽ പടച്ചോനെ ഇതെന്നെ ഇടങ്ങാറാക്കാൻ തന്നെ ജനിച്ചതാണോ എന്ന് അപ്പം തന്നെ ചിന്തിച്ച് തുടങ്ങിയാൽ കുട്ടിയിൽ തുടങ്ങും കുട്ടിയിൽ പ്രയാസങ്ങൾ. ഇമ്മ്യൂണിറ്റി കുറയാനത് കാരണമാകും, കുട്ടിയിൽ രോഗങ്ങൾ വരാനത് കാരണമാകും, കുട്ടിയിൽ പലതരം ഡിസോർഡറുകൾ വരാനത് കാരണമാകും. അതുകൊണ്ട് തന്നെ മക്കളോട് അതുപോലെ മറ്റൊന്നാണ്, കുട്ടികൾ പകൽ നല്ലോണം ഉറങ്ങി രാത്രി ഉറങ്ങുന്നില്ല. അപ്പോൾ ഉമ്മാക്ക് ബേജാറ്, എൻ്റെ ഉറക്ക് കളയാനാണോ ഈ കുട്ടിയുടെ പരിപാടി? നിങ്ങളുടെ മനസ്സിൽ സ്വസ്ഥതയുണ്ടോ? നിങ്ങളുടെ മനസ്സ് സന്തോഷപൂർണ്ണമാണോ? എങ്കിൽ കുട്ടി മാറുന്നത് കാണാം. ശ്രദ്ധിക്കേണ്ടത്, ഈ ചെറിയ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഉമ്മമാർ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിക്കണം. ഈ കണ്ട ഷോർട്സും റീൽസും വീഡിയോ വേണ്ടാത്തതെല്ലാം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് മനസ്സ് അലങ്കോലപ്പെടുത്തരുത്. അഥവാ ചില മനുഷ്യന്മാരുണ്ട് ഇപ്പോൾ ബാത്റൂമിൽ പോകുന്നതും പ്രസവിക്കുന്നതും എല്ലാ വൃത്തികേടുകളും അത് വ്ളോഗാ, എന്നിട്ടെല്ലാം എടുത്ത് എന്നിട്ട് കാണാൻ കുറേ എന്താ പറയേണ്ടത്, കുറേ ആൾക്കാർ. അങ്ങനെ ആകരുത്. നമ്മൾ അത്തരം സംഗതികൾ കണ്ട് സമയം കളയുന്നവരാകരുത്. സമയം ഉപകാരമുള്ളതിന് ഉപയോഗിച്ച് ശീലിക്കണം. അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ മതിപ്പുണ്ടാകും. അതായത് വേണമെങ്കിൽ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഹാപ്പി സോൺ ഇത് പറയുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും, ഇതിനെന്താണ് സൊല്യൂഷൻ? അതിന് നമ്മൾ കണ്ടെത്തിയ ഒരു പരിഹാരമാണ് ഹാപ്പി സോണിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഇപ്പോൾ അബ്ദുൽ ഹക്കീം സക്കാഫി ആയഞ്ചേരി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ യൂട്യൂബ് ചാനൽ കിട്ടും. ഈ ചാനലിൽ നിങ്ങൾക്ക് മതപഠനം നടത്തണോ? യഥേഷ്ടം മതഗ്രന്ഥങ്ങൾ, കിതാബിൻ്റെ ഉദ്ധരണികൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് അതിൻ്റെ വിവരണങ്ങൾ കേൾക്കാം. ഒരു കിതാബിൻ്റെ ഒരു 10 or 20 വീഡിയോകൾ നിങ്ങൾ തുടർച്ചയായി കണ്ടു നോക്കൂ. നിങ്ങളുടെ ഡിപ്രഷന് കുറവ് വരുന്നത് കാണാം, നിങ്ങളുടെ മാനസികമായ അസ്വസ്ഥതകൾക്ക് കുറവ് വരുന്നത് കാണാം, അറിവുകൾ ധാരാളം കിട്ടും, മാനസികമായി നല്ല സ്വസ്ഥത ഉണ്ടാകും. എന്ന് മാത്രമല്ല മനസ്സിന് സ്വന്തം ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ഇത് കണ്ട അലമ്പ് കേസുകൾ തീർത്തും കണ്ടും കേട്ടും എന്നിട്ട് മറ്റേ ഓളെ അറിയാം ഓനെ അറിയാം എല്ലാ വേണ്ടാത്തരം ചെയ്യുന്ന പോലെ ഓലെ അഡ്രസ്സും ഓലെ എല്ലാ സംഭവം അറിയാം. ഇങ്ങനെ ആയി മാറിയാൽ നിങ്ങൾക്കും വരും അതേ സൂക്കേട്. അതേസമയം ഒരു കോഗ്നിറ്റീവ് ലെവൽ അഥവാ ഒരു വൈജ്ഞാനികമായി ഒരു വിവേകപൂർണമായി ഇത്തരം സംഗതികൾ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. കുറച്ച് വീഡിയോകൾ കാണുമ്പോൾ തന്നെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും. മനസ്സിന് സ്വസ്ഥത ഉണ്ടായാലോ ഈ ചെറിയ മക്കൾക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഇപ്പം ചെറിയ മക്കളെ കരച്ചിൽ പല രീതിയിലുണ്ടാകാം. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ചെറിയ മക്കൾ ഇങ്ങനെ കരയുമ്പോൾ നമുക്കപ്പോൾ അസ്വസ്ഥത വരരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കാം കുട്ടിയുടെ കരച്ചിലിൻ്റെ കാരണം? അത് വിലയിരുത്തണം. എങ്ങനെ വിലയിരുത്താം? ഞാൻ പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേട്ട് നോക്കൂ. ഒന്ന്, കുട്ടിക്ക് ശാരീരികമായി അസ്വസ്ഥത, രോഗം, വിശപ്പ്, കുട്ടി കരയാം. അത് ഒരു ഉമ്മക്ക് മനസ്സിലാകും. മനസ്സ് സ്വസ്ഥമാണെങ്കിൽ മനസ്സിലാകും. രണ്ടാമത്തത് എന്താണ്? ഒരു കുട്ടിക്ക് മാനസികമായ അസ്വസ്ഥത എന്താ? ഉമ്മയെ കണ്ടിട്ട് കുറേ നേരമായി, ഉമ്മ കുളിമുറിയില്ല, ഉമ്മ ബാത്റൂമില്ല. ചിലർക്കൊക്കെ ബാത്റൂമിൽ പോയാൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന പ്രവണത ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ വാഷ്റൂമുകളിലൊന്നും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ആ പണി കഴിയോളം അവിടെ നിൽക്കണം, അത് കഴിഞ്ഞാലിങ്ങ് പോരണം. അവിടുത്തെ പണികൾ വേഗം കഴിയണം. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നല്ല വായു കിട്ടാൻ സാധ്യത കുറയും. പ്രത്യേകിച്ച് ബാത്റൂമിൽ ബാത്റൂമിൽ നമ്മൾ നിൽക്കുകയല്ല അധികവും ഇരിക്കുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ വിസർജിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഇരിക്കുകയാണ് ചെയ്യുക. ഇരിക്കുമ്പോൾ അടിയിലോട്ട് പോകുന്നതിനനുസരിച്ച് അന്തരീക്ഷം മോശമാണ്. അടിയിലോട്ട് പോകുന്നതിനനുസരിച്ച് മേലത്തേക്കാൾ അന്തരീക്ഷം മോശമാണ് സാധ്യത. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കരുത്. ആവശ്യം കഴിഞ്ഞാൽ വേഗം ഇങ്ങ് പോരണം. അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുക. അപ്പോൾ അത്തരം ഉമ്മയെ കാണുന്നില്ല. ഉമ്മയെ കൂടുതൽ സമയം കാണാതിരിക്കുമ്പോൾ കുട്ടിക്ക് മാനസികമായി അസ്വസ്ഥത വരാം, കുട്ടിക്കരയാം.
മൂന്നാമത്തെ ഒരു കാരണമാണ് ഡേർട്ടി എനർജികൾ. പഴയ കാലത്തൊക്കെ പറയും ഉമ്മു സുബിയാൻ, അതുപോലെയുള്ള പൈശാചിക ഉപദ്രവം എന്ന് പറയും. മോഡേൺ സയൻസിൽ തന്നെ ഒരു വിഭാഗം പറയുന്നത് ഈ സമയത്ത് മാത്രമല്ല, പൊതുവെയുള്ള ഡേർട്ടി എനർജികൾ, ഡേർട്ടി എലമെന്റ്സ്, അതൊരു ഘടകമാണ്. കുട്ടികളിൽ പെട്ടെന്ന് അതിൻ്റെ അബ്സർവേഷൻ നടക്കും.